ബാലി ബാലി ഒരു ഡെസ്റ്റിനേഷൻ മാത്രമല്ല, ഒരു ഫീലിംഗ് ആണ്. ഇവിടെ ബീച്ചസിനെ കൂടാതെ ടെമ്പിൾസ്, ജംഗിൾ, വോൾക്കാനോ, സൺറൈസ്, സർഫ് വേവ്സ്, ഹിഡൻ വാട്ടർഫോൾസ്, റൈസ് ഫീൽഡ്സ് സ്ട്രെച്ചിങ് ഫോർ എവർ. പിന്നെ ഇവിടുത്തെ ആളുകൾ വാം, സ്മൈലിംഗ് ആൻഡ് കൈൻഡ്. തെരുവിൻ്റെ ഓരോ കോർണറിലും കൾച്ചർ, ഓഫറിംഗ് ബാസ്ക്കറ്റ്സ്, ഇൻസെൻസ്, ഫ്രഷ് ഫ്രാഞ്ചിപ്പാനി. സോൾ സെർച്ചിങ്ങിന് വരുന്നവർക്ക് സൈലന്റ് റിട്രീറ്റ്സ്, യോഗശാലാസ്, സൺറൈസ് മെഡിറ്റേഷൻ. അഡ്വഞ്ചറിന് വരുന്നവർക്ക് ATV, ഡൈവിംഗ്, ക്ലിഫ് ട്രക്കിംഗ്, പാരാഗ്ലൈഡിംഗ്. നൈറ്റ് ലൈഫിന് വരുന്നവർക്ക് ചങ്കു, സെമന്യ, കൂട്ട. സെൽഫ് കെയറിന് വരുന്നവർക്ക് മസാജ്, ഹീലിംഗ്, ഐസ് ബാത്ത്, ബ്രെത്ത് വർക്ക്. എല്ലാ വൈബും ഇവിടെ ഉണ്ട്. ഫുൾ മെനു. Nusa Penida. Let's go snorkeling. പിന്നെ ഇക്കണോമിക്കലാണ്. ഇന്ത്യൻ ഫ്ലൈറ്റ്സ്, ചീപ്പ് ഫുഡ്, ചീപ്പ് സ്റ്റേസ്, അഫോർഡബിൾ. മലയാളികൾക്ക് ഗോവയേക്കാൾ ചീപ്പായ ഒരു ഡെസ്റ്റിനേഷൻ, സീനറി ഡബിൾ. ബാലി എനിക്ക് തോന്നുന്നത് ഇന്ത്യയുടെ ഒരു കൂൾ കസിൻ സിസ്റ്ററിനെ പോലെയാണ്. സെയിം ഫാമിലി വാല്യൂസ്, ഫ്യൂവർ റൂൾസ്, ബെറ്റർ പ്ലേലിസ്റ്റ്. Here at Nusa Dua. Day 8, Nusa Dua and Uluwatu. ഇത് ഒരു ഗെറ്റ് യുവർ ഗൈഡ് ഗോൾഡ് ആണ്. ഡേ 8 ഞാൻ സെമന്യാക്കിലാണ് താമസിച്ചത്. അവിടുത്തെ ഹോസ്റ്റൽ ക്യൂബിക്കിളിന് 900 rupees പെർ നൈറ്റ്. ക്യൂബിക്കിൾ ചെറുതാണ്, AC ഒക്കെ ഉണ്ട്, ലോക്കറും ഉണ്ട്, സുഖമായിട്ട് ഉറങ്ങാൻ പറ്റി. ഇന്നത്തെ പ്ലാൻ ഗെറ്റ് യുവർ ഗൈഡിൻ്റെ നൂസ ദുവ പ്ലസ് ഉളുവാറ്റു പ്രൈവറ്റ് ടൂറാണ് എടുത്തത്. 3500 രൂപ. ഡ്രൈവർ, ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഗൈഡ്. എൻ്റെ ഭാഗ്യത്തിന് എൻ്റെ കൂടെ ഒരു ലേഡി മാത്രമാണ് ഉണ്ടായിരുന്നത്, ഫിൻലാൻഡിൽ നിന്നുള്ള ഒരു ഹോങ്കോങ് ബേസ്ഡ് ലേഡി. അതുകൊണ്ട് എല്ലാ ഡിസിഷൻസും ഞങ്ങൾക്ക് ഒരുമിച്ചെടുക്കാൻ സാധിച്ചു. AC കാർ, ഓൾ എൻട്രി ടിക്കറ്റ്സ് ഇൻക്ലൂഡഡ് എക്സെപ്റ്റ് സ്പെസിഫിക് അട്രാക്ഷൻസ്. ബ്രോ, ഇതൊരു സ്റ്റീൽ പ്രൈസ് ആണ്. വാട്ടർ സ്പ്ലാഷ് അറ്റ് നൂസ ദുവ, ഏഷ്യാസ് ഏറ്റവും ഹയസ്റ്റ് വാട്ടർ സ്പ്ലാഷ് കാണാൻ പറ്റുന്ന സ്ഥലം എന്നൊക്കെ അവകാശപ്പെടുന്നു. So guys, here at Nusa Dua, that's a water blow. It's not blowing much today, but yeah, it's what it is. അത് കണ്ടു. അവിടെ നേരെ ഞങ്ങൾ ഗരുഡ വിഷ്ണു പാർക്കിലേക്ക് പോയി. ഒരു മാസീവ് 121 meter ടോൾ ഗരുഡ സ്റ്റാച്ചു. വിഷ്വലി ഇംപ്രസീവ്. എൻട്രി 1200, ഓൾ ഇൻക്ലൂസീവ് ആണ്. കൾച്ചറൽ പെർഫോമൻസ് ഒക്കെ അകത്ത് കാണാം. ഒരു ഓക്കെ എക്സ്പീരിയൻസ്, വർത്ത് എ വിസിറ്റ്. പോയില്ലേലും കുഴപ്പമില്ല, ഏതായാലും ഈ പാക്കേജിലുള്ളത് കൊണ്ട് കാണാൻ പറ്റി. അത്ര ലൈഫ് ചേഞ്ചിങ് ഒന്നുമല്ല, ബട്ട് സ്റ്റിൽ വർത്ത് എ വിസിറ്റ്. സ്റ്റോപ്പ് 3, മെലാസ്റ്റി ബീച്ച്. നിങ്ങൾ പല വീഡിയോസും കണ്ടാൽ അറിയാം, മെലാസ്റ്റി ബീച്ച് ഇസ് ദ നമ്പർ 1 റേറ്റഡ് ബീച്ച്. ഇതൊരു റിയൽ ഫൈൻഡ് ആണ്. വൈറ്റ് സാൻഡ്, ഇൻഫാക്ട് അത് സാൻഡ് അല്ല, കുഞ്ഞു കുഞ്ഞു പെബിൾസ് ആണ്. ടെർക്കോയിസ് വാട്ടർ, ക്ലിഫ്സ് എല്ലാം ഉണ്ട്. ഏകദേശം ഒരു 50 മീറ്റർ വരെ നമുക്ക് വെള്ളത്തിലൂടെ നടന്നു പോകാവുന്ന പോലുള്ള ഒരു ബീച്ച്. ക്രൗഡ് കമ്പയർ ടു കൂട്ട ഓൾമോസ്റ്റ് എംറ്റി ആണ്. ഫ്രീ എൻട്രി ആണ്. 2 മണിക്കൂറെങ്കിലും സ്വിം ചെയ്യാം. ഇൻ ദ സൺ, ഫോട്ടോസ്. നല്ല കുറേ ഷാക്കുകളും പബ്ബുകളും ഉണ്ട്, അവിടെയും ടൈം സ്പെൻഡ് ചെയ്യാം. സ്റ്റോപ്പ് ഫോർ ഉളുവാറ്റു ടെമ്പിൾ, കെച്ചക് ഫയർ ഡാൻസ്. ഇതാണ് പീക്ക്. സൺസെറ്റിന് മുമ്പേ തന്നെ എത്തണം. എൻട്രി 400 rupees. കെച്ചക് ഡാൻസിന് 950. കെച്ചക് ഡാൻസ് എന്ന് പറയുന്ന ഒരു 10-70 ആളുകൾ ഇൻസ്ട്രുമെൻറ്റ്സ് ഒന്നും ഇല്ലാതെ കെച്ചക് കെച്ചക് എന്ന് ചാൻഡ് ചെയ്തുകൊണ്ട് നടത്തുന്ന ഒരു ഫയർ ഡാൻസ് ആണ്. അതിൻ്റെ കഥയോ നമുക്കെല്ലാം അറിയാവുന്ന രാമായണത്തിൻ്റെ കഥ. ബാക്ക്ഗ്രൗണ്ടാണ് മക്കളെ കിടു.
ബാക്ക്ഗ്രൗണ്ടിലെ ആക്ച്വൽ ഓഷ്യൻ ക്ലിഫ്, അവിടുത്തെ സൺസെറ്റിംഗ്, വേവ്സ് ക്രാഷിംഗ് 70 മീറ്റർ ബിലോ. ആ മോമെന്റിൽ ഞാൻ തന്നെ ചിന്തിച്ചു പോയി, ദൈവമേ, why am I even crying at a cultural performance? Because theatre was at its best. ഇത് ഏതെങ്കിലും ഒരു ടൂറിസ്റ്റ് ഗിമ്മിങ് ആയിരിക്കും എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ റിയൽ എനർജി. രാമായണം അറിയാവുന്നവർക്ക് അത് അവരെ തീർച്ചയായും ത്രസിപ്പിക്കും. ഈവൻ ബീയിങ് എ ക്രിസ്ത്യൻ, ഐ റെക്കഗ്നൈസ്ഡ് എ ക്രിയേറ്റിവിറ്റി മാനിഫെസ്റ്റ് ഇൻ ദിസ് ഓസം യൂണിവേഴ്സൽ കൾച്ചറൽ ഇവൻറ്റ്സ്. ടിപ്പ് സഹിതം ടോട്ടൽ ഡേ സ്പെൻഡ് 3500 രൂപ. ഡേ 9 കോഫി പ്ലാന്റേഷൻ വേഴ്സസ് സിൽവർ മേക്കിംഗ്. ഫ്രീ ആയിട്ട് ഒരു 25ഓളം കോഫി കുടിക്കാം. സബ്സ്ക്രൈബ് ചെയ്യൂ, ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്യൂ. സ്റ്റേ പോസിറ്റീവ്, സ്റ്റേ ഹംബിൾ, കീപ് ട്രാവലിംഗ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പീസ് ഔട്ട്.